അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ, ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ കപ്പലിനെ, യുദ്ധക്കപ്പലിനെ വൻ കെണിയിലകപ്പെടുത്തിയിരിക്കുന്നു ഇറാൻ. ഇറാൻ ഒറ്റയ്ക്കല്ല ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇറാൻ ഒറ്റയ്ക്കല്ല ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കരയിലായിരുന്നാലും കടലിലായിരുന്നാലും ഇനി ആകാശത്തായിരുന്നാലും അമേരിക്കയ്ക്ക് രക്ഷയില്ല എന്ന യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഇറാനിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത ഏറെ ദിവസങ്ങളായി കേൾക്കുന്നതാണ്. എന്തായിരുന്നാലും പശ്ചിമേഷ്യ ഇനി ചോരച്ചാലുകൾ നീന്തിക്കടക്കുന്ന രീതിയിലേക്ക്, യുദ്ധകാഹളം മുഴക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ തന്നെ കേട്ടിരുന്നു. എന്നാൽ ഇതിനിടയിൽ യമനിലെ ഹൂതികൾ വീണ്ടും രംഗപ്രവേശം ചെയ്തു. ചെങ്കടലിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുന്നു. അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മധ്യപൂർവേഷ്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇറാനിലേക്ക് യാത്ര തിരിക്കാനായി ഇനിയും ഏറെ കടമ്പകൾ തന്നെയാണ് ബാക്കിയാകുന്നത്. എബ്രഹാം ലിങ്കൺ അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് നിലവിൽ സഞ്ചരിക്കുന്നത്. കാരണം ഈ കപ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ പ്രോക്സി ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നു. ഹൂതികൾ ഇതിനോടകം തന്നെ ഈ കപ്പലിനെ കടലിൽ മുക്കാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല ലക്ഷ്യം, അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെപ്പോലും ഹൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത് മറ്റാരും പറയുന്നതല്ല, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. അതിനുവേണ്ടി സജ്ജമായിരിക്കുക, ഏത് നിമിഷവും ആ ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂതികൾ എന്തായിരുന്നാലും അതിനുവേണ്ടിയുള്ള തക്കം പാത്ത് കാത്തിരിക്കുന്നു. ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള, ഏത് വിധേനയും കടലിനെ പരിചയമുള്ളതും ആക്രമണങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ള ഹൂതികൾ കടലിൽ തന്നെ ഏറ്റവും അപകടകാരികളാണ്. ഇറാനാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സകലമാന ആയുധങ്ങളും മറ്റും നൽകി പോരുന്നത്. ഇതിപ്പോൾ ഇറാന് നേർക്കുള്ള ആക്രമണമാകുമ്പോൾ ഹൂതികൾ അവരുടെ പൂർണ്ണ ശക്തിയും എടുത്ത് അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ഒക്കെ തന്നെ സനയിലടക്കം നടത്തിയ ആക്രമണങ്ങളുടെ പ്രതികാരം തന്നെയാണ് അവർ നടത്താനായി പോകുന്നത്. അവരുടെ ശക്തി ഒന്നും തന്നെ ക്ഷയിച്ചിട്ടില്ല എന്നുള്ളത് കാട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായി അവരത് നോക്കിക്കാണുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് തന്നെയാണ് അമേരിക്കയുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നത്. കാരണം അമേരിക്കൻ നാവികസേനയുടെ അഭിമാനവും ഏറ്റവും ശക്തവുമായിട്ടുള്ള നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയറാണ് USS എബ്രഹാം ലിങ്കൺ. അതായത് കടലിലൂടെ ഒഴുകി നടക്കുന്ന വൻ സൈനിക പട. ഈ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അത് അമേരിക്കയിൽ ബോംബിടുന്നതിന് തുല്യമായി തന്നെയാണ് വിലയിരുത്തുന്നത്. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്.